എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വിവിധ തസ്തികകളിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വിവിധ ഡിവിഷനുകളിലേക്ക് വിവിധ തസ്തികകളിലായി 231ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ITI, ഡിപ്ലോമ, ഡിഗ്രി, ബിടെക്, PG തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുമായ തസ്തികകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ 50 വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളതും 50,000 രൂപയിലധികം ശമ്പളമായി ലഭിക്കുന്ന തസ്തികയും ഇതിലുണ്ട്. നമുക്ക് ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ടതെങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. കേരള സർക്കാരിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള വിവിധ ഡിവിഷനുകളിലേക്ക് കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 30 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിവിധ തസ്തികകളിലായി 231ഓളം ഒഴിവുകളാണ് ഉള്ളത്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റീജിയണൽ ലബോറട്ടറീസ് എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത്. ഇനി തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് വേക്കൻസീസ് ഇൻ അർബൻ ലോക്കൽ ബോഡീസ് ആൻഡ് ക്ലസ്റ്റേഴ്സ് അണ്ടർ LSGD. ഈ വിഭാഗത്തിൽ മാത്രം 7 തസ്തികകളാണ് ഉള്ളത്. എൻവയോൺമെന്റൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഹൈഡ്രോളജിസ്റ്റ്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയർ, അക്കൗണ്ടന്റ്, ഫിനാൻസ് ഓഫീസർ എന്നിങ്ങനെ 7 തസ്തികകളാണ് ഈ വിഭാഗത്തിൽ മാത്രമുള്ളത്. ആദ്യം എൻവയോൺമെന്റൽ എഞ്ചിനീയർ തസ്തിക നോക്കാം. എൻവയോൺമെന്റൽ എഞ്ചിനീയർ തസ്തികയുടെ നമ്പർ ഓഫ് വേക്കൻസി 30. ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 46,230 രൂപയാണ്. അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയർ തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 30. ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. പ്രായപരിധി 36 വയസ്സാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 46,230 രൂപയാണ്. അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 22. ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ വേതനമായി ലഭിക്കുന്നത് 46,230 രൂപയാണ്. അടുത്തത് ഹൈഡ്രോളജിസ്റ്റ് ആണ്. നമ്പർ ഓഫ് വേക്കൻസി 22. ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ ഓർ സിവിൽ ഓർ ഹൈഡ്രോളജി എഞ്ചിനീയറിംഗ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലോ ഹൈഡ്രോളജി എഞ്ചിനീയറിംഗിലോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. ഈ തസ്തികയിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 46,230 രൂപയാണ്. അടുത്തത് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയർ. നമ്പർ ഓഫ് വേക്കൻസി 22. ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ ഓർ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്. പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലോ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 46,230 രൂപയാണ്. അടുത്തത് അക്കൗണ്ടന്റ് തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 22. ക്വാളിഫിക്കേഷൻ BCom വിത്ത് അക്കൗണ്ടൻസി. കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 28,100 രൂപയാണ്. അടുത്തത് ഫിനാൻസ് ഓഫീസർ തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 22. ക്വാളിഫിക്കേഷൻ MCom വിത്ത് അക്കൗണ്ടൻസി. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 32,550 രൂപയാണ്. അടുത്തത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസികൾ വന്നിട്ടുള്ള തസ്തികകളാണ്. 8 തസ്തികകളാണ് ഈ വിഭാഗത്തിൽ മാത്രമുള്ളത്. പ്ലാനർ കൺസൾട്ടന്റ്, പ്ലാനർ അസോസിയേറ്റ്, പ്ലാനിംഗ് അസിസ്റ്റന്റ് GIS, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് GIS, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഓഫീസ്, ആർക്കിടെക്ട്, സർവേയർ എന്നിങ്ങനെ 8 തസ്തികകളിലാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസികൾ ഉള്ളത്. ആദ്യത്തേത് പ്ലാനർ കൺസൾട്ടന്റ് തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 3. ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്. കൂടാതെ 10 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം.
പ്രായപരിധി 50 വയസ്സാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 51,600 രൂപയാണ്. അടുത്തത് പ്ലാനർ അസോസിയേറ്റ് തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 28. ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 35,000 രൂപയാണ്. അടുത്തത് പ്ലാനിംഗ് അസിസ്റ്റന്റ് തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 3. ക്വാളിഫിക്കേഷൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ബിആർക്ക് ഓർ ബി പ്ലാൻ ഓർ ഡിഗ്രി ഇൻ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 30,000 രൂപയാണ്. അടുത്ത തസ്തിക പ്ലാനിംഗ് അസിസ്റ്റന്റ് GIS. നമ്പർ ഓഫ് വേക്കൻസി 7. ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജിയോഗ്രഫി ഓർ ജിയോളജി ഓർ ഇക്വലന്റ് വിത്ത് എക്സ്പെർട്ടൈസ് ഇൻ GIS സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ റിമോട്ട് സെൻസിംഗ് ഓർ GIS ഓർ ഇക്വലന്റ് വിത്ത് പ്രൊഫിഷ്യൻസി ഇൻ GIS ആപ്ലിക്കേഷൻസ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 30,000 രൂപയാണ്. അടുത്ത തസ്തിക കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് GIS. നമ്പർ ഓഫ് വേക്കൻസി 2. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 20,000 രൂപയാണ്. അടുത്ത തസ്തിക കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഓഫീസ്. നമ്പർ ഓഫ് വേക്കൻസി 2. ക്വാളിഫിക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഇൻ MS ഓഫീസ് ആൻഡ് DTP വിത്ത് പ്രൊഫിഷ്യൻസി ഇൻ വേർഡ് പ്രോസസ്സിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 22,240 രൂപയാണ്. അടുത്തത് ആർക്കിടെക്ട് തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഇൻ ആർക്കിടെക്ചർ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 30,000 രൂപയാണ്. അടുത്തത് സർവേയർ തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 3. ക്വാളിഫിക്കേഷൻ ITI സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഓർ സർവേയിങ് അല്ലെങ്കിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 22,240 രൂപയാണ്. അടുത്തത് LSGD എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ റീജിയണൽ ലാബോറട്ടറീസിൽ വേക്കൻസികൾ വന്നിട്ടുള്ള തസ്തികകളാണ്. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ, ഡിപ്ലോമ ഹോൾഡർ, ലാബ് അസിസ്റ്റന്റ് എന്നീ 3 തസ്തികകളാണ് ഈ വിഭാഗത്തിലുള്ളത്. ആദ്യത്തേത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 3. ക്വാളിഫിക്കേഷൻ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സ് തന്നെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 44,020 രൂപയാണ്. അടുത്ത തസ്തിക ഡിപ്ലോമ ഹോൾഡർ. നമ്പർ ഓഫ് വേക്കൻസി 3. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 28,100 രൂപയാണ്. അടുത്ത തസ്തിക ലാബ് അസിസ്റ്റന്റ് ITI. നമ്പർ ഓഫ് വേക്കൻസി 6. ക്വാളിഫിക്കേഷൻ ITI ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ സിവിൽ. ബന്ധപ്പെട്ട മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 വയസ്സാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 21,175 രൂപയാണ്. ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും എക്സ്പീരിയൻസും കണക്കാക്കുന്നത് 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ്. മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്. ഈ തസ്തികകളിലേക്കെല്ലാം 1 വർഷത്തേക്കുള്ള കരാറടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. എങ്കിലും പ്രൊജക്ട് റിക്വയർമെന്റും ഗവൺമെന്റ് അപ്രൂവൽ ലഭിക്കുന്നതും അനുസരിച്ച് കരാർ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. റിട്ടൺ ടെസ്റ്റ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ടെക്നിക്കൽ പ്രസന്റേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയിലൂടെയായിരിക്കും ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ മെത്തേഡോ ഒന്നിൽ കൂടുതലോ നടത്തിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പൂർണ്ണമായും CMDയിൽ നിക്ഷിപ്തമാണെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 30 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്.
ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു വിശദവിവരങ്ങളുമെല്ലാം CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ LSGD നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതിനോടൊപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ജനുവരി 30 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.